അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലായതോടെ ആടിയുലഞ്ഞ ആം ആദ്മി സർക്കാരിനെ നിലംപതിപ്പിക്കാനായി ബി.ജെ.പി ശ്രമം തുടങ്ങി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്ത പുറത്ത് വിട്ടത് തന്നെ ആം ആദ്മിയാണ്. അവർ പറയുന്നത് തങ്ങളുടെ MLA-മാരെ വിലക്കെടുക്കാൻ ബി.ജെ.പി ശ്രമം തുടങ്ങിയിരിക്കുന്നു. 10 MLA-മാരുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാൾ മുമ്പ്, അതായത് 3 മാസം മുമ്പ് ബി.ജെ.പിയുടെ ചില നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ 9 MLA-മാരുമായി ചർച്ച നടത്തിയിരുന്നു, 9 MLA-മാർ തങ്ങളൊപ്പം വരാൻ തയ്യാറാകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഋതുരാജ് ഝാ എന്ന് പറയുന്ന MP പറയുന്നത് 10 MLA-മാരെയാണ് ഇപ്പോൾ ബി.ജെ.പി ആദ്യഘട്ടത്തിൽ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത്. 25 കോടി രൂപ ഓഫർ ചെയ്തു എന്നും പറയുന്നു. പക്ഷേ ബി.ജെ.പി ഇപ്പോൾ പറയുന്നത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞ് ബി.ജെ.പിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഓപ്പറേഷൻ താമര അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് ദില്ലിയിൽ ബി.ജെ.പി തുടങ്ങിയിട്ട് ഏറെ നാളായെന്ന് വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും അവരുടെ MLA-മാരും അത്തരത്തിൽ തന്നെ പറയുന്നു. ഏതായാലും ദില്ലിയെ സംബന്ധിച്ച്, ആം ആദ്മിയെ സംബന്ധിച്ച് അതൊരു പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് പുതിയതായി പുറത്തു വരുന്ന വിവരം. കാരണം അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ED ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ 2 മന്ത്രിമാർ, ഈ 2 മന്ത്രിമാർ കൂടി ED ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അവർ അകത്തേക്ക് പോവുകയും ചെയ്താൽ ഏതാണ്ട് ആം ആദ്മി പാർട്ടിയുടെ അന്ത്യം അതോടെ പൂർത്തിയാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.